രാവിലെ പിശാച് ചില ടെൻഷനുകൾ കൊണ്ടുവരും. അത് നമ്മളങ്ങ് ഏറ്റെടുക്കും, നമ്മൾ ദുഃഖിച്ചിരിക്കും. അങ്ങനെ ഇരിക്കാനല്ല, ഈ മല്ലി പാത്രത്തിൽ ഇരുന്നതാണ്, ഇവിടെ കൊണ്ടിട്ടു, അതിന് എല്ലാ പരിചരണവും കൊടുത്തു. 1 മാസമായി, 1.5 മാസമായി കാത്തിരിക്കുക. ഇത്രയാണ് വളർന്നത്. നമ്മൾ ഇതുപോലെ പ്രാർത്ഥനയിൽ വളർന്നു വരുമ്പോൾ ഇനി വേഗം ഇത് വളരും. ഇതിൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് മല്ലിയുടെ ഇലയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ടുള്ളത് വർദ്ധിക്കട്ടെ. നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇനി ദൈവം നമ്മുടെ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് തുടങ്ങുകയാണ് നവംബർ 1 മുതൽ. ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവാകുന്ന പിതാവിനെ നമുക്ക് അവനോട് ചേർന്നിരിക്കാൻ, അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റിയ ഭാഗ്യം പോലെ വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങൾ ഒരു ബീച്ചിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ തിരയെ കാണുകയാണ്. രാത്രിയായപ്പോൾ, പകൽ എന്തോരം ഇരച്ചാണ് കടൽ നിൽക്കുന്നത്, ഇങ്ങു വരെ വന്നു. പക്ഷേ രാത്രിയായപ്പോൾ വെള്ളമെല്ലാം അങ്ങ് അകത്തോട്ട് വലിഞ്ഞു പോയിട്ട് ഒരു തിരയെന്ന് പറയുന്നത് ഒരു അനക്കം പോലും കടലില്ല, ശാന്തമായ കടൽ. അപ്പോൾ പ്രകൃതിയൊക്കെ ദൈവം ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എത്ര ഇരച്ചു കിടക്കുന്ന പ്രശ്നമാണെങ്കിലും നമുക്കതിന് സൊല്യൂഷനുണ്ട്. നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് തീരുമാനമെടുത്തട്ടെ, ഇനി ഞാനൊരു വ്യക്തിയോട് പ്രെയർ റിക്വസ്റ്റ് പറയുകയില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ആത്മാവാകുന്ന എന്നെ വീണ്ടും ജനിപ്പിച്ച പിതാവിനോട് ഞാൻ ചേർന്നിരിക്കും. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതും പിതാവിനോട് തൻ്റെ മക്കളെ ചേർക്കാനാണ്. നമ്മൾ ആത്മാവാകുന്ന പിതാവ് ഉണ്ടെന്നും ആ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ബാൽക്കണിയിൽ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ, മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിച്ചു. അത്യന്ത ശക്തിയാൽ നിറഞ്ഞിട്ട് ഞാൻ അതിവിശുദ്ധ സ്ഥലത്തിരുന്ന് കുറേ സമയം എല്ലാവർക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിലുള്ള ഒത്തിരി ആളുകളെ ഉണ്ടായിരുന്നു രക്ഷയിലേക്ക് വരാനുള്ളതും. എന്തൊക്കെയാണോ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നുള്ളത് അതെല്ലാം എനിക്ക് മനസ്സിലാകും പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ സോളിനെ നിങ്ങൾ കർത്താവുമായിട്ട് കണക്ട് ചെയ്യുക. ദൈവവുമായിട്ട് നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം ചേർന്നൊരു ആരാധന ദൈവത്തിന് കൊടുക്കുക. നിങ്ങൾ ഉണർന്നിരിക്കുക. നിങ്ങളുടെ പ്രതിയോഗി അലർന്ന സിംഹം പോലെ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആത്മാവാകുന്ന പിതാവിനെ നിങ്ങൾ സ്തുതിച്ചാട്ടെ, ആരാധിച്ചാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. ഏകമധ്യസ്ഥനായ യേശു കർത്താവ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയവും ഒരാൾ വിട്ടുപോകുമ്പോൾ നമുക്ക് എന്ത് വേദനയാണ് മരിക്കുമ്പോൾ. ഇതുപോലെ തന്നെ നിങ്ങളൊക്കെ മരിച്ചിരിക്കാതെ ആത്മാവാകുന്ന പിതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവനോട് ചേർന്ന് നടന്നാട്ടെ. ലോകവും അതിലുള്ള മോഹങ്ങളും എല്ലാം വിട്ടുപോകും. പക്ഷേ ദൈവയിഷ്ടം ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കും. മനുഷ്യരെല്ലാം നമ്മെ വിട്ടുപോകും. നമ്മൾ നിരാശയിലും വേദനയിലും, മക്കളാണേലും ഭർത്താവാണേലും ഭാര്യയാണേലും വേർപെട്ടു പോകും. എല്ലാവരും മരിക്കും. പക്ഷെ നമുക്ക് എന്നും തീരാത്ത സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതിലേക്ക് നമ്മൾ വളരുക. എല്ലാം ഈ ഭൂമിയിലെല്ലാം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ മനുഷ്യരെക്കാളും കർത്താവിനെ സ്നേഹിക്കുമ്പോൾ അവൻ എന്നോട് പറ്റിയിരിക്കൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ജസ്റ്റ് ട്രസ്റ്റ് ഹിം ബ്ലൈൻഡ്ലി. He has a great plan about you. Never give up. Jesus loves you. God bless you. Never give up.